മാർക്കറ്റിൽ വളരെ തുച്ഛമായ പൈസയ്ക്ക് ലഭിക്കുകയും എന്നാൽ നമ്മളാരും തിരിഞ്ഞു പോലും നോക്കാത്ത പക്ഷേ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ ആപ്പിളും മുന്തിരിയൊക്കെ മേടിച്ചിട്ട് ഒരുപാട് പൈസ കളയുന്നുണ്ട്. പക്ഷേ ചെറിയ പൈസയ്ക്ക് കിട്ടുകയും നമ്മുടെ ശരീരത്തിന് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നതുമായ നെല്ലിക്ക നമ്മൾ വാങ്ങാറില്ല. ഈ നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് പുതിനയിലയും ഒരു നാരങ്ങയും പിഴിഞ്ഞിട്ട് മിക്സിയിൽ അടിച്ച് അത് പിഴിഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്ക കഷായം റെഡിയാവും. ഇത് ആഴ്ചയിൽ 2 ദിവസം കഴിച്ചാൽ മതി. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. നെല്ലിക്ക കഷായം എന്നൊക്കെ പറയുമ്പോൾ പലരും കുടിക്കാൻ മടിക്കും. പക്ഷേ 100 ഗ്രാം നെല്ലിക്കയിൽ 60 മില്ലിഗ്രാം വിറ്റമിൻ സി ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് ദിവസേന 25 തൊട്ട് 45 മില്ലിഗ്രാം വരെ വിറ്റാമിൻ സി മതി. എന്നാൽ മുതിർന്നവർക്ക് 95 മില്ലിഗ്രാം വരെ വിറ്റാമിൻ സി ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിൽ ദിവസേന നെല്ലിക്കയുടെ കഷ്ണവും മുതിർന്നവർ അരക്കഷ്ണവും കഴിച്ചാൽ തന്നെ ധാരാളമാണ്. ഇനി കുട്ടികൾക്ക് ഇതിന്റെ ചൊവ ഇഷ്ടമല്ല, ചവർപ്പ് ഇഷ്ടമല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു കഷ്ണം നെല്ലിക്ക അവരുടെ വാട്ടർ ബോട്ടിലിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ കുട്ടികൾ വെള്ളം കുടിക്കുന്ന കൂട്ടത്തിൽ നെല്ലിക്കയുടെ സത്ത് അവർക്ക് കിട്ടുകയും ചെയ്യും. ഈ നെല്ലിക്ക കുട്ടികളിലേക്ക് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ വളരെയധികം നല്ലതാണ്. അതുപോലെ ചിലവർക്കൊക്കെ ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് കാൽസ്യം കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾക്ക്, രക്തത്തിന്, മുടിക്ക്, പല്ലിന് ഇതിനൊക്കെ വളരെയധികം നല്ലൊരു സാധനമാണ് നെല്ലിക്ക. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നെല്ലിക്ക കഴിക്കുന്ന ആൾക്കാർക്ക് മുടിക്ക് നല്ല ഉള്ളും അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു തിളക്കവും ഉണ്ടാവും. കൂടാതെ ശരീരത്തിന് ഒരു തളർച്ചയും ക്ഷീണവും വിലക്കുറവൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നെല്ലിക്ക കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ രക്തക്കുഴലിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പുകളെ ഇല്ലാതാക്കാനും രക്തോട്ടത്തെ കൂട്ടാനും നെല്ലിക്ക വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രോബ്ലം വരാതിരിക്കാനുള്ള സാധ്യത നെല്ലിക്ക കഴിക്കുന്നവർക്ക് വളരെ കുറവാണ്. കൂടാതെ ഈ നെല്ലിക്കയിൽ വിറ്റാമിൻ എ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ച ശക്തിയെ വളരെയധികം വർദ്ധിപ്പിക്കാൻ നെല്ലിക്ക സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ നെല്ലിക്ക കഴിക്കുന്നതിന്റെ ഗുണങ്ങളെ പറ്റി സംസാരിച്ചു. ഇനി ഈ നെല്ലിക്ക കഴിക്കാൻ പാടില്ലാത്ത ചിലവരുണ്ട്. അത് ആരൊക്കെയാണെന്ന് പറയാം. ഒന്നാമതായിട്ട് കിഡ്നിയിൽ കല്ലുള്ള ആൾക്കാർ, അവര് നെല്ലിക്ക കഴിക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ ഷുഗർ ലെവൽ എപ്പോഴും കുറയുന്നവര്, ഷുഗർ ലെവൽ കുറഞ്ഞ് തലകറക്കവും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നെല്ലിക്ക കഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിൽ സ്കിന്നിന് അലർജി ഉള്ളവര്, കൂടാതെ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് നെല്ലിക്ക അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നെല്ലിക്ക ഇനി മേടിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇനി മാർക്കറ്റിൽ പോകുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ തുച്ഛമായ വിലക്ക് കിട്ടുന്ന ഈ നെല്ലിക്ക വാങ്ങാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക.